Hi all. Now today we are discussing all chapters, assertion, reason questions, and also it include case-based question. First we can revise assertion, reason questions. So I already discussed the assertion, reasons questions in previous video 1. Video 1-ൽ ഇതിൻ്റെ എല്ലാ എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. ഇനി വീഡിയോ 2-ൽ നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. ഇതിൻ്റെ ഓപ്ഷൻ ഡി ആണ് വന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ സി ആണ്. തേർഡ് ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ എ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ സി. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ്റെ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, അത് നോക്കണ്ട. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ ഓൺവേർഡ്സ് നോക്കാം. Assertion. Pi is an irrational number. Root of 5 is an irrational number. Pi irrational number ആണ്, അത് ശരിയാണ്. റൂട്ട് 5 ഇറാഷണൽ നമ്പർ ആണ്, അതും ശരിയാണ്. പക്ഷേ റീസൺ എന്ന് പറയുന്നത് അസേഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. രണ്ട് നമ്പേഴ്സ് എന്താണ് ഇറാഷണൽ നമ്പർ ആയെന്ന് കരുതി അത് റീസൺ ആവണമെന്നില്ല. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വന്നത്. നെക്സ്റ്റ് സെവൻത്ത് ക്വസ്റ്റ്യൻ്റെ അകത്ത് root 3 plus root 5 is an irrational number, then the sum of rational number and an irrational number is an irrational number. Seventh one in option root 3 plus root 5 is an irrational number, അത് കറക്റ്റാണ്. ഇനി സം ഓഫ് എ റാഷണൽ നമ്പർ ആൻഡ് ആൻ ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പറാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്താൽ 2 പ്ലസ് റൂട്ട് 3, അത് ഇറാഷണൽ നമ്പറാണ്, അതും കറക്റ്റാണ്. ഇറാഷണൽ തന്നെ നമുക്ക് കിട്ടും. പക്ഷെ എന്ന് കരുതി അതെന്ന് പറയുന്നത് എന്താണ്, ഇത് ഈ ഫസ്റ്റ് വൺ എഴുതിയേക്കണതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അപ്പോൾ ബോത്ത് എ ആൻഡ് ആർ ട്രൂ, ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇനി എയ്ത്ത് ക്വസ്റ്റ്യൻ 6 raised to n can end with the digit 0 for any natural number n. Any positive integer ending with the digit 0 or 5 is divisible by 5 and so its prime factorization must contain the prime 5. ഇത് എയ്ത്ത് ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. 6 raised to n, ഏതൊരു എന്നിൻ്റെയും ലാസ്റ്റ് ഡിജിറ്റ് 0 വന്നെങ്കിൽ അതിൻ്റെ അകത്ത് എന്തുണ്ടായിരിക്കണം, ആ നമ്പർ ഡിവിസിബിൾ ബൈ ലാസ്റ്റ് ഡിജിറ്റിൽ ഒന്നുകിൽ 0യോ ഇല്ലെങ്കിൽ 5ഓ വരണം, അല്ലെങ്കിൽ അത് ഡിവിസിബിൾ ബൈ 5 ആയിരിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ്റെ അകത്ത് ഉറപ്പായിട്ടും 5ഉം 2ഉം വരണം. അത് റീസൺ കറക്റ്റാണ്. ഈ 6 raised to n എന്ന് പറയുന്നത് n വിത്ത് ഡിജിറ്റ് 0 ഫോർ എനി നാച്ചുറൽ നമ്പർ n. 6 raised to n can end with the digit 0 for any natural number n. ഏത് നാച്ചുറൽ നമ്പർ എന്നിനും 6 raised to n-ന് ഡിജിറ്റ് 0യിൽ എൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ, പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 raised to n-ന് നമ്മൾ 2 into 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് 5 വരുന്നില്ല. പിന്നെ എനി പോസിറ്റീവ് ഇൻറ്റീജർ, റീസൺ കറക്റ്റാണ്. അപ്പം ഓപ്ഷൻ എ ആണ് വന്നത്, അല്ല ഓപ്ഷൻ ഡി ആണ് വന്നത്. അതിൻ്റെ അകത്ത് എ എന്ന് പറയുന്നത് ഫോൾസ് ആണ്, പക്ഷെ ആർ എന്ന് പറയുന്നത് ട്രൂ ആണ്. ഇനി 9th ക്വസ്റ്റ്യൻ അസർഷൻ എ, ദ HCF of two numbers is 5 and their LCM is 150. If one of the number is 50 then the other is 50. HCF of two numbers, രണ്ട് നമ്പേഴ്സിൻ്റെ HCF 5 ആണ്. HCF 5 ആണ്, LCM 150 ആണ്. അപ്പോൾ 5 into 150 equal to, if one of the number is 15 then other number is 50. ഒരു നമ്പർ 15 ആണെങ്കിൽ അതർ നമ്പർ 50 ആയിരിക്കും. ശരിയാണ്, കാരണം ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എപ്പോഴും സെയിം ആയിരിക്കും. 5 into 150 എന്ന് പറയുന്നത് 750 ആണ്. 15 into 50 എന്ന് പറയുന്നത് 150 തന്നെയാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ 9th ക്വസ്റ്റ്യൻ്റെ അകത്ത് ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അത് കറക്റ്റാണ്. ഇനി 10th ക്വസ്റ്റ്യനിൽ 100 can be expressed as product of primes. 100 is a composite number. ഇത് പറഞ്ഞിരിക്കുന്നത് 100നെ നമുക്ക് പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് ആയിട്ട് എഴുതാൻ പറ്റും. 100 എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് നമ്പറുമാണ്. ശരിയാണ്, 100 എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും. 2 into 2 into 5 into എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. 100 ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ അതിനെ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പർ ആയിട്ട് എഴുതാനും പറ്റും. അപ്പം 10th ഓപ്ഷൻ എ ആണ് വന്നത്. എയും ആറും ട്രൂ ആണ്, അതുപോലെ തന്നെ ആർ എന്ന് പറയുന്നത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എയും ആണ്. 11th ക്വസ്റ്റ്യൻ്റെ അകത്ത് റൂട്ട് പി ഈസ് ആൻ ഇറാഷണൽ നമ്പർ വേർ പി ഈസ് എ പ്രൈം നമ്പർ. റൂട്ട് പി ഇറാഷണൽ നമ്പർ ആണ്, പി എന്ന് പറയുന്ന പ്രൈം നമ്പറാണ്. ദ സ്ക്വയർ റൂട്ട് ഓഫ് എനി പ്രൈം നമ്പർ ഈസ് ആൻ ഇറാഷണൽ നമ്പർ. ഏത് പ്രൈം നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താലും അത് ഇറാഷണൽ ആയിരിക്കും. കറക്റ്റാണ്, കാരണം എന്താ, റൂട്ട് പി ഇറാഷണൽ ആയതുകൊണ്ട് അതിൻ്റെ ഏതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താലും അതെന്ന് പറയുന്നതും ഇറാഷണൽ നമ്പർ തന്നെയായിരിക്കും കിട്ടുന്നത്.
ഇനി 12th question, h square plus 4h plus 5 has 2 zeros. Reason a quadratic polynomial can have at most 2 zeros. ഏറ്റവും കൂടിയ അതിന് 2 zeros വരെ വരാൻ പറ്റുള്ളൂ. ഫസ്റ്റ് വണ്ണി പറയുന്നത് ബിയിൽ ബോത്ത് എ ആൻഡ് ആർ ട്രൂ, കറക്റ്റ് ആണ്. എച്ച് സ്ക്വയർ പ്ലസ് 4h പ്ലസ് 5ന് 2 zeros ഉണ്ട്. അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് ഏറ്റവും കൂടിയ 2 zeros വരാൻ പറ്റുള്ളൂ എന്ന് കരുതി ഇത് ഇതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. 12ന്റെ ഓപ്ഷൻ ബി ആണ് വന്നത്. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇനി 13th ക്വസ്റ്റ്യനിൽ സീറോസ് ഓഫ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ മൈനസ് 4h മൈനസ് 5 ആർ 5 ആൻഡ് -1. ഈ പോളിനോമിയലിൻ്റെ സീറോസ് എന്ന് പറയുന്നത് 5ഉം -1ഉം ആണ്. ദ പോളിനോമിയൽ ഹൂ സീറോസ് ആർ 2 + √3 2 - √3 എന്ന് പറയുന്നത് എച്ച് സ്ക്വയർ മൈനസ് 4h പ്ലസ് 7. ഈ എച്ച് സ്ക്വയർ മൈനസ് 4h പ്ലസ് 7ന്റെ സീറോസ് എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. അതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ 13th ക്വസ്റ്റ്യൻ്റെ അകത്ത് ആദ്യം നമുക്ക് നോക്കാം ഇത് സീറോ ആണോ എന്ന് നോക്കാനായിട്ട് പി ഓഫ് 5 കണ്ടുപിടിക്കാം. പി ഓഫ് 5 കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5 സ്ക്വയർ മൈനസ് 4 × 5 മൈനസ് 5. 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25. 25 മൈനസ് 20 5 കിട്ടും. 5 - 5 എന്ന് പറയുന്നത് 0. അപ്പോൾ അത് കറക്റ്റാണ്. ഇനി പി ഓഫ് -1 നോക്കുക. പി ഓഫ് -1 എന്ന് പറയുമ്പോൾ -1 സ്ക്വയർ മൈനസ് 4 × -1 മൈനസ് 5. -1 സ്ക്വയർ എന്ന് പറയുന്നത് 1, -4 × -1 എന്ന് പറയുമ്പോൾ +4, പിന്നെയുള്ള -5. അപ്പോൾ നമുക്ക് 1 + 5 5, 5 - 5 എന്ന് പറയുന്നത് 0 ആണ് കിട്ടും. അപ്പോൾ അസേഷൻ എ എന്ന് പറയുന്നത് ട്രൂ ആണ്. ഇനി ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സീറോസ് ഇതാണെന്ന് സോൾവ് ചെയ്ത് നോക്കാം. എച്ച് സ്ക്വയർ മൈനസ് 4h പ്ലസ് 7. അപ്പം നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സ്പ്ലിറ്റിംഗ് ദ ഡബിൾ മിഡിൽ ടേം ചെയ്യണേക്കാൾ എളുപ്പം -b പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എന്നുള്ളത് കൊടുക്കുകയാണ് എളുപ്പം. അപ്പോൾ -b എന്ന് പറയുന്നത് +4 ആയിട്ടാണ് നമുക്ക് വന്നത്. +4 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 16 മൈനസ് 4 × 1 × 7 ഡിവൈഡഡ് ബൈ 2. അപ്പം സ്ക്വയർ റൂട്ട് ഓഫ് 16 മൈനസ് 4 × 1 × 7. 4 × 7 എന്ന് പറയുമ്പോൾ 28 ആണ് വന്നത്. അപ്പോൾ തന്നെ അത് ആൻസർ കിട്ടില്ല, കാരണം സ്ക്വയർ റൂട്ട് ഓഫ് എ നെഗറ്റീവ് നമ്പർ 16 മൈനസ് 28 എന്ന് പറയുന്നത് നെഗറ്റീവ് തന്നെ. അപ്പോൾ ഇതെന്തായാലും തെറ്റാണ്, ഇത് കറക്റ്റാണ്. അപ്പോൾ 13th അസേഷൻ എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ് ആണ് വന്നത്. ഇനി 14th ക്വസ്റ്റ്യൻ, ഡിഗ്രി ഓഫ് ദ സീറോസ് ഓഫ് എ പോളിനോമിയൽ ഈസ് നോട്ട് ഡിഫൈൻഡ്. ഡിഗ്രി ഓഫ് നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽ ഈസ് 0. 14th ഡിഗ്രി ഓഫ് സീറോ ഓഫ് പോളിനോമിയൽ ഈസ് നോട്ട് ഡിഫൈൻഡ്. ഇപ്പോൾ സീറോ പോളിനോമിയലിൻ്റെ ഡിഗ്രി ഡിഫൈൻ ചെയ്തിട്ടില്ല. ഡിഗ്രി ഓഫ് നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽ, ഇപ്പോൾ കോൺസ്റ്റന്റ് ആണെങ്കിൽ 2 എന്ന് പറയുന്ന നമ്പർ കോൺസ്റ്റന്റിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 0 ആണ്, കാരണം x⁻0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x⁻0 1 ആണ്. അപ്പോൾ 2 × 1 1 2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പം x⁻0യുടെ കാര്യത്തിൽ ശരിയാണ്, ഡിഗ്രി ഓഫ് നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽ 0 ആണ്. ഡിഗ്രി ഓഫ് സീറോ പോളിനോമിയൽ ഈസ് നോട്ട് ഡിഫൈൻഡ്, അതും ട്രൂ ആണ്. സീറോ പോളിനോമിയലിന്റെ ഡിഗ്രി ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പം ഓപ്ഷൻ ഡി ആണ് തന്നെ. പക്ഷേ ഇത് രണ്ടും റീസൺ അതിൻ്റെ എക്സ്പ്ലനേഷൻ അല്ല. എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് എക്സ്പ്ലനേഷൻ ഓഫ് എ ആണ് വന്നത്. ഇനി 15th ക്വസ്റ്റ്യൻ, ഇഫ് 2, 3 ആർ ദ സീറോസ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ദെൻ ദ പോളിനോമിയൽ എച്ച് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. If alpha and beta are the zeros of a quadratic polynomial, then the polynomial is x square minus alpha plus beta into x plus alpha into beta. അത് കറക്റ്റാണ്, കാരണം നമുക്കറിയാം, പഠിച്ചിട്ടുണ്ട്, പോളിനോമിയൽ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആണ് വന്നത്. അതുപോലെ തന്നെ ഇത് സോൾവ് ചെയ്യുമ്പോൾ സീറോസ് കിട്ടുന്നതാണ് 2ഉം 3ഉം. എയും ആറും കറക്റ്റാണ്, അതുപോലെ തന്നെ അത് കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ്. ഇനി 16th ക്വസ്റ്റ്യൻ, ഇതൊക്കെ ചാപ്റ്റർ 2 നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദ പോളിനോമിയൽ x⁴ പ്ലസ് 4x² പ്ലസ് 5 ഹാസ് 4 സീറോസ്. അത് കറക്റ്റാണ്, ഡിഗ്രി 4 ആണ് വന്നേക്കുന്നത്. ഡിഗ്രി 4 ആണെങ്കിൽ അതിന് അറ്റ്മോസ്റ്റ് 4 സീറോസ് ഉണ്ടായിരിക്കും. ഇഫ് p of x is divided by x minus k, then the remainder equal to p of k.